ദിനംപ്രതി അച്ചടി ദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതെല്ലാം ഒരു വയസ്സു തികയാത്ത പിഞ്ചു കുഞ്ഞു മുതൽ 80 കഴിഞ്ഞ മുത്തശ്ശി വരെ വിവിധങ്ങളായ പീഡനങ്ങൾക്കും അപമാനങ്ങൾക്കും വിധേയരായി എന്നുള്ള വാർത്തകളാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമ സംഹിതയിൽ സ്ത്രീ സുരക്ഷയ്ക്കായി അനുശാസിക്കുന്ന നിരവധി നിയമങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തമായി ഔന്നത്യമുള്ള പൈതൃകവും സംസ്കാരവും ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നാം ഭാരതീയർ ഇവിടുത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നു. In India, there's a lot of outrage over a sexual assault victim who was actually sexually assaulted in public by more than a dozen guys. This story is hideous because of the fact that she was sexually assaulted for up to 45 minutes before anyone did anything. പലപ്പോഴും കുറ്റം സ്ത്രീകളെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കാറുണ്ട്. സ്ത്രീകളുടെ വേഷരീതികൾ ശരിയല്ല, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ വേഷരീതികൾ ശരിയല്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങളിവിടെ പലപ്പോഴും ഞങ്ങളിവിടെ ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 80 വയസ്സുള്ള സ്ത്രീകളെ വരെ മാനഭംഗപ്പെടുത്തിയും ഒക്കെ കൊന്നിട്ടുണ്ട്. അപ്പോൾ 80 വയസ്സുള്ള സ്ത്രീ എന്ത് വേഷരീതിയിൽ എന്ത് ഇതുണ്ടായിട്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആശുപത്രിയിൽ. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല. ബസ്സിൽ പോലും തനിയെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും അവിടെ അവർക്ക് ശരിയായിട്ടുള്ള ശിക്ഷയൊന്നും ലഭിക്കുന്നില്ല. വധശിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെ കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ട് പോലും ഇല്ല. സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല ഇന്നത്തെ സമൂഹത്തിൽ. സ്ത്രീ സുരക്ഷ വളരെ അനിവാര്യ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ജിഷയുടെ കൊലപാതകവും അതുപോലെ തന്നെ ഡൽഹിയിൽ നടന്ന സംഭവവും സൗമ്യ കൊലക്കേസും ഒക്കെ ഉദാഹരണങ്ങളാണ്. ഞങ്ങളുടെ കോളേജിൽ തന്നെ പല പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ബസ്സിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിലൊരു സേഫ്റ്റി പിൻ കൊണ്ടു നടക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ പലരും. സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ സ്ത്രീകൾക്ക് എതിരെയായിരിക്കും ആൾക്കാരുടെ നോട്ടം. കൂടുതലും സമൂഹത്തിലുള്ള സ്ത്രീകൾ പോലും അതിനെതിരെ പ്രതികരിക്കാറില്ല. എല്ലാവർക്കും നോട്ടത്തെ ഭയക്കുന്നത് കൊണ്ടായിരിക്കാം. ഒരു കൊലപാതകത്തിലോ അല്ലെങ്കിൽ അങ്ങനെ സമൂഹം ഉന്നയിച്ചു കൊണ്ടുവരുന്ന വലിയ വലിയ പ്രശ്നങ്ങളിൽ മാത്രമേ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിക്കാറുള്ളൂ, ചിന്തിക്കാറുള്ളൂ. ചെറിയ തോതിൽ അപമാനിക്കപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ ആരും കണ്ണു തുറക്കാറില്ല. അവർക്കെതിരെ പ്രതികരിക്കാൻ ആരുമില്ല. അവരുടെ അഭിമാനം ഓർത്തിട്ട് ചിലപ്പം അവർ പരാതിപ്പെടാറില്ലായിരിക്കും. സമൂഹത്തിനാണെങ്കിലും അല്ലെങ്കിൽ പേരൻസിനാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ടീനേജിൽ തന്നെ ഒരു സ്വയം പര്യാപ്തരാക്കുക. അതായത് ബോധവൽക്കരണം അവരുടെ മെൻ്റലി ആയിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അവരെ ഒരു പ്രതികൂല സാഹചര്യത്തെ എതിരിടാനായിട്ടുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് പേടിയില്ലാതെ നടക്കാനോ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനോ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ നടമാടിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് എതിരെ പ്രതിരോധിക്കാൻ സ്ത്രീകളെ ശക്തമാക്കുന്ന ഒരു ആയോധന കലയാണ് കരാട്ടെ. സ്ത്രീ പീഡനം വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ സ്ത്രീ സുരക്ഷ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഏവരും പ്രായഭേദമന്യേ ആർജിച്ചെടുക്കേണ്ട ഒരു കലയാണ് കരാട്ടെ. അതിന് നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. Sit.
Chess. Hutch. Chess. Q. Chess. Hutch. Chess. Q. Chess. Q. Chess. Sir. Chess. Chi. Chess. Ko. Chess. Rick. Chess. Sit. Chess. Hutch. Chess. Q. Chess. Chu. Chess. Double H. Chess. D. Chess. Sir. Chess. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതായത് അവർ ബസ് സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ തൊഴിൽശാലകൾ, സ്കൂള്, കോളേജ് തുടങ്ങി സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് സ്വയം അവർ സുരക്ഷിതരാക്കാൻ വേണ്ടിയും അവരെ സ്വയം ഒരു പ്രതിരോധ നില തീർക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഈ SPCയിലൂടെ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള പരിശീലനം നൽകുന്നുണ്ട്. മാല പിടിക്കുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ മാല പിടിക്കുന്നു. മാല പിടിക്കുന്നത് അവൻ്റെ കൈ ഇങ്ങോട്ട് വലിച്ചു പിടിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഫോറാം കൊണ്ട് അവൻ്റെ കൈ അമർത്ത് നൊടിഞ്ഞു പോയി ഇങ്ങനെ ആക്കി. അത് കഴിഞ്ഞിട്ട് അത് ഡ്രോയിങ് പാട്ടിന് അത് തന്നെ ശബ്ദം വേണം, ശബ്ദം. വീണ്ടും അയാൾ ആക്രമിക്കാൻ ചെന്നപ്പോൾ ഇനി എന്തുവാ, ഇനി നമ്മൾ പ്രതിരോധിക്കുകയാണ്. ചെയ്തോളൂ. ആ ആ നോ. എന്താണ്, എവിടൊക്കെയാണ് അടിച്ചത്? സ്ലോയി കാണിച്ചോളൂ അവർക്ക്. സമൂഹത്തിൽ അവർ എവിടെയെങ്കിലും വെച്ച് അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ സമൂഹത്തിൽ നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള വെല്ലുവിളികളും അവർക്ക് നേരെ പലപ്പോഴായി പല സ്ഥലങ്ങളിലും പല കോണുകളിൽ നിന്നും കടന്നു വരുന്ന പല അക്രമ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ അവരെ ഞങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ പെൺകുട്ടികൾക്ക് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു ട്രെയിനിങ് ഞങ്ങൾ നൽകുന്നുണ്ട്. അവർക്കും ഇത് മാർഷൽ ആർട്സ്, കരാട്ടെ, കുങ്ഫു തുടങ്ങിയ കുങ്ഫു അല്ലെങ്കിൽ മറ്റുള്ള പ്രതിരോധ മുറകൾ അവരെയും അഭ്യസിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വളരെ നിർഭയരായി ജീവിക്കുന്നതിന് അവരെ ട്രെയിൻ ചെയ്യുന്നതിനും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയിലൂടെ കേരള പോലീസ് ശ്രമിക്കുന്നുണ്ട്. ബലാത്സംഗത്തിൻ്റെയും സ്ത്രീ പീഡനങ്ങളുടെയും ലോക നിലവാരം പരിശോധിക്കുമ്പോൾ ഇന്ത്യ 5ാം സ്ഥാനത്താണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അതിനൊരു മാറ്റം വരുത്തുവാനും നമ്മളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും സ്ത്രീയെ ഭോഗവസ്തുവായി മാത്രം കാണുന്ന വികലമായ ചിന്തകളെയും മാറ്റേണ്ടതും സ്ത്രീകൾക്കു നേരിടേണ്ടി വരുന്ന അശ്ലീല നോട്ടങ്ങളെയും കയ്യേറ്റങ്ങളെയും തടയേണ്ടതും നാം ഓരോരുത്തരും അടങ്ങുന്ന പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്.